ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ ജീവിയും ഇവിടെ തുടിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ സഹജമായ സ്വഭാവവും സ്വരൂപവുമായിരിക്കുന്ന ആനന്ദത്തിലാണ്. അതിന് നമ്മുടെ ഭാഷയിൽ സന്തോഷം, സുഖം, സമാധാനം, സംതൃപ്തി എന്നെല്ലാം ഇവയെല്ലാം ചേർന്നതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താണ്? ആ അനന്തമായിരിക്കുന്ന ആനന്ദത്തിൽ നിന്നാണ് ഈ സർവചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി അതേ സ്വഭാവത്തെ ആഗ്രഹിക്കുക എന്നതാണ്. ആനന്ദത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതും അതേ ആനന്ദത്തെ തന്നെയാണ്. കാരണം അതാണ് തൻ്റെ സഹജമായ സ്വഭാവം. എന്നാൽ ശരീരമാകുന്ന ഉപാധിയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ എവിടെ നിന്ന് വന്നു എന്നും താൻ ആരാണ് എന്നും തൻ്റെ സ്വരൂപം എന്താണ് എന്ന കാര്യം മറന്നുപോയി. അത് മറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ചപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായതെല്ലാം അത്ഭുതകരമായും സത്യമായും, അങ്ങനെ സുഖപ്രദമായും, ഇതൊക്കെ സത്യമായും ഇതെല്ലാമാണ് തനിക്ക് സുഖവും സുരക്ഷയും തരുന്നത് എന്നും തെറ്റായി ധരിച്ചിരിക്കുന്നു. അതിനാൽ ഇവയെ സമ്പാദിക്കാനായി അക്ഷീണ പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീട് വയ്ക്കലായി, വിവാഹം ചെയ്യലായി, മക്കളുണ്ടാവലായി, ഇതോടുകൂടി താൻ പരമ സുഖിയാകും എന്ന് കണക്കാക്കി. പക്ഷേ തൻ്റെ സുഖമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സുഖം നഷ്ടപ്പെടുന്നില്ല, പക്ഷേ സുഖം അറിയാൻ കഴിയുന്നില്ല. സുഖം അപ്രത്യക്ഷമായാൽ പിന്നെ അവശേഷിക്കുന്ന ദുഃഖമാണല്ലോ. അതാണ് ഓരോരുത്തരുടെയും അനുഭവം. ദാമ്പത്യ സുഖവും പിന്നെ സന്തതത്യാദി പരമ്പര, എല്ലാം നേടിക്കഴിഞ്ഞാലോ സുഖവും പോയി മർത്യൻ്റെ, സുഖവും പോയി മറഞ്ഞിതു. ഓരോ മനുഷ്യൻ്റെയും സുഖം നഷ്ടപ്പെടുന്നു സുഖത്തിനായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ഫലമായിട്ട്. ഇത് ലോകത്തിലേക്ക്, ഓരോ വ്യക്തികളുടെയും ജീവിതാനുഭവത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ ഇത് എത്ര കണ്ട് സത്യമാണ് എന്ന് നമുക്ക് ബോധിക്കാൻ കഴിയും. അതറിയുന്നത് ഏകദേശം തൻ്റെ ശരീരത്തെ തനിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത വൃദ്ധാവസ്ഥ കൈവരുമ്പോഴാണ്. ആരെല്ലാം തന്നെ സംരക്ഷിക്കും, ആരിൽ നിന്നെല്ലാം എനിക്ക് സുഖം കിട്ടും എന്നൊക്കെ കണക്കാക്കിയോ അവരിൽ നിന്ന് അത് കിട്ടുന്നതിന് പകരം അവഗണനീയായിരിക്കും, പരിത്യാജ്യമായിരിക്കും, തിരസ്കാരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അത് ദുഃഖത്തിന് കാരണമായി ഭവിക്കുന്നു. സുഖത്തെ പ്രതീക്ഷിച്ച് ചെയ്തു കൂട്ടിയവയെല്ലാം ദുഃഖമായി ഭവിക്കുകയും ചെയ്യുന്നു. അതാണ് ദാമ്പത്യ സുഖവും പിന്നെ സന്തതത്യാദി പരമ്പര. ദാമ്പത്യവും തൻ്റെ സന്തതികളും അതിൻ്റെ സന്തതികളുമായി അനവധി മക്കളും മക്കളും പേരമക്കളും അടങ്ങി വലിയ ഒരു പരമ്പര തന്നെ തൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം കൂടുമ്പോൾ ഉണ്ടാകുന്നു. അച്ഛൻ്റെ കുടുംബക്കാർ, അമ്മയുടെ കുടുംബക്കാർ, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഈ ബന്ധുമിത്രാദി തുടങ്ങി തൻ്റെ മക്കൾ മുതലായി മക്കളുടെ ബന്ധുക്കൾ തുടങ്ങി വലിയ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു തനിക്ക് സുഖവും സുരക്ഷയും തരാൻ വേണ്ടി. പക്ഷേ ഇതിൽ ഒന്നുപോലും നമുക്ക് സുഖവും സുരക്ഷയും തരുന്നവയല്ല. അതനുഭവം ഇത്തിരി വാർദ്ധക്യത്തിലെത്തിയവർക്ക് അനുഭവമാകും. താൻ പ്രതീക്ഷിച്ച ഒന്നും തന്നെ ഈ ലോകത്തിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന പരമസത്യം ബോധ്യമാകും. ദാമ്പത്യ സുഖവും പിന്നെ സന്തതത്യാദി പരമ്പര, എല്ലാം നേടിക്കഴിഞ്ഞാലോ, ഇതെല്ലാം തനിക്ക് നേടി,
അവർക്ക് ജീവിക്കാനുള്ള എല്ലാ വകയും കൊടുത്തു. എന്നാൽ തൻ്റെ കഞ്ഞി കൂട്ടുകയാണ് ചെയ്തത്. അതോടുകൂടി എല്ലാം നേടിക്കഴിഞ്ഞാലോ സുഖവും പോയി മർത്യനിൽ. ഒരു മനുഷ്യൻ്റെ സുഖം, ഇതൊക്കെ സുഖം കിട്ടാൻ വേണ്ടി ചെയ്തവയെല്ലാം ദുഃഖത്തിന് കാരണമായി ഭവിച്ചു. സുഖം പോയി മറയുകയും ദുഃഖം അടിക്കടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു താനവശരായിത്തീരുമ്പോൾ. അതാണ് ലോകത്തിൽ എല്ലാവർക്കും അനുഭവമാകുന്ന പരമസത്യം. ഈ സത്യം മനസ്സിലായി ആദ്യമേ തന്നെ തനിക്ക് ആശ്രയവും അഭയവും സുഖവും സുരക്ഷയും തരുന്ന സർവേശ്വരനിലേക്ക് നമ്മുടെ മനസ്സൊന്ന് പ്രവേശിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ടില്ല. പിന്നെ നിരാശയല്ല വരുന്നത്, പരിപൂർണ സംതൃപ്തിയാണ് ഉണ്ടാവുക. ആ സംതൃപ്തി നമുക്ക് കൈവരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നല്ല കാലത്ത് തന്നെ നാം ആ സത്തായിരിക്കുന്ന സർവേശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിടുക തന്നെ വേണം. അതുമാത്രമാണ് ദുഃഖനിവൃത്തിക്കുള്ള ഏക പോംവഴി. അതിനാൽ നമ്മൾ വിചാരം ചെയ്യൂ, ഈ സുഭാഷിത രത്നത്തെ നിത്യവും നമ്മൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ പ്രപഞ്ച വസ്തുക്കളോട് നമുക്ക് അത്യധികമായിട്ടുള്ള ബന്ധമോ അതിൽ നിന്ന് ദുഃഖമോ ഉണ്ടാവുകയില്ല. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. എത്ര പരമാർത്ഥമാണ്. നമുക്ക് ഏറ്റവും ബന്ധുവായിരിക്കുന്നത് നമ്മുടെ ആത്മാവ് മാത്രമാണ്. മറ്റാർക്കും നമുക്ക് സുഖവും സുരക്ഷയും തരാൻ സാധിക്കുകയില്ല എന്നത് ഒരു പരമാർത്ഥമാണെന്ന കാര്യം വാർദ്ധക്യാവസ്ഥയിൽ എത്തുമ്പോഴേ മനസ്സിലാവൂ. അതിനു മുമ്പ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനു മുമ്പ് മനസ്സിലായ വ്യക്തികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും പരമസുഖികളും സുഹൃതികളുമായി തീരുകയും ചെയ്ത എത്രയോ കഥകൾ നമുക്കുണ്ട്. ദാമ്പത്യ സുഖവും പിന്നെ സന്തതത്യാദി പരമ്പര എല്ലാം നേടിക്കഴിഞ്ഞാലും സുഖവും പോയി മർത്യനിൽ.